കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hello all. This video will be previous year question paper analysis of the paper MEG 03 MA English. So MA English in the first year lo varuna paper aanu British novel nanu paper inde name varunathu. So namukku video lekku povam. Introduction. Welcome to IGNO Term and Examination PYQA in-depth analysis and predictive exam guide for MEG 03 British novel. A meticulously designed study resource tailored for students preparing for the IGNO Term and Examination December 2024. This guide offers a strategic approach to mastering the syllabus, enhancing the understanding of the British novel evolution, thematic depth, and narrative techniques. The primary objective of this document is to empower you with a comprehensive understanding of the exam strengths, highlight high priority areas for focused study, and provide tools for effective preparation through predictive analysis and model answers. It is not merely a collection of past year questions, but a robust analytic and predictive study aid that aligns closely with IGNO's academic framework and expectations. So, നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ലേണേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. Document structure. Introduction. The section sets the stage by explaining the objectives and the data-driven methodology used in the guide. It also provides an overview of the structure and purpose of each subsequent section. സോ ഓരോ സെക്ഷൻ്റെതും ഒരു ഓവർവ്യൂവും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും അതുപോലെ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ്. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ കവർ ചെയ്ത് തരാൻ പോകുന്നത്. A detailed mapping of the syllabus for MEG 03 British novel is provided, linking each block, unit, and topic with its significance in past exams. The session helps in understanding which parts of the syllabus are most relevant for exam preparation. So, examine prepare ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. Comprehensive exam pattern analysis. This session analyzes the question formats and topic distribution trends based on previous year question papers, offering insights into how the syllabus translates into exam questions. So, നമ്മുടെ സിലബസിൽ വരുന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് എങ്ങനെയാണ് അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. Repeated questions analysis by blocks, units, and topics. Recurring questions are highlighted to help you identify themes and topics that have historically been favored in exams, allowing you to prioritize your study efforts effectively. So, recurring questions നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തരുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ തീംസ് ആൻഡ് അതർ പാർട്സ്. അപ്പം നിങ്ങൾക്ക് അത് വെച്ചിട്ട് എക്സാം പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഈസി ആക്കി തരും. Topic probability and prediction analysis. Using trends from past exams, the session predicts high probability topics for the December 2024 term and examination, giving you a focused direction for preparation. So, നിങ്ങൾക്ക് ഒരു predictive അല്ലെങ്കിൽ ഒരു high probability topics ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസംബർ 2024 വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു prediction type of analysis നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് തരുന്നതായിരിക്കും.
Predictive question paper for December 2024. A stimulated question paper modeled on actual IGNOU exam format is included to provide practice and build familiarity with the exam structure. ഒരു question paper model, predictive question paper model നിങ്ങൾക്ക് provide ചെയ്യുന്നു. And model answers with evaluation criteria. This section offers a well-structured model answers for predicted and critical questions, along with evaluation criteria to help you understand and grading focus and improve your answer writing skills. സോ ആ ഒരു predictive question പേപ്പറിന്റെ ഒരു ആൻസർ മോഡലും വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളെ എക്സാം പ്രിപ്പറേഷനെ ഹെൽപ്ഫുൾ ആക്കാനും അത് സഹായിക്കും. Data-driven approach. This guide adopts a data-driven methodology, meticulously analyzing past exam patterns, syllabus mapping, and recurring themes to offer a strategic study framework. By synthesizing this data, the guide provides high impact syllabus area for prioritization. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അനാലിറ്റിക്കൽ ഇൻസൈറ്റ് ഇൻ ടു എക്സാം ട്രെൻഡ്, ക്വസ്റ്റ്യൻ ടൈപ്സ് ആൻഡ് കീ തീംസ്. അപ്പൊ ഏറ്റവും കൂടുതൽ റിക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ്, അതുപോലെ തന്നെ തീംസ്, എക്സാം ട്രെൻഡ്, ഇതും നിങ്ങൾക്ക് നിന്ന് ഇത് മനസ്സിലാവും. Predictive analysis based on historical data, ensuring targeted preparation. Importance of predictive analysis and model answers. Predictive analysis is a cornerstone of this guide, equipping you with insight into the most probable exam topics combined with model answers. This approach helps you build confidence in tackling question effectively, understand the academic rigor expected in responses, enhance time management by focusing on high yield topics. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കാഡമിക്കലി നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ടൈം മാനേജ്മെന്റ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഹൈ yield ടോപ്പിക്സ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നിങ്ങളെ സമയം നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനും സഹായിക്കും. Why MEG03 British novel is unique. The British novel course MEG03 is a comprehensive exploration of the novel's development, encompassing diverse themes, characters, and narrative techniques. With its wide-ranging syllabus spanning authors like Fielding, Austen, Dickens, Eliot, and Conrad, this course demands an nuanced understanding of historical context, literary movements, and critical perspectives. This guide specifically tailors its analysis to these distinctive features, ensuring alignment with the unique demands of MEG03. We invite you to explore this guide, strategically designed to maximize your preparation and ensure success in the IGNOU term and examination December 2024 for MEG03 British novel. Let this document be your roadmap to mastering the British novel and achieving academic excellence. Syllabus mapping by block, unit, and topic with exam relevance. So നമുക്കറിയാം ടോട്ടൽ ഓഫ് 9 ബ്ലോക്സ് ആണ് നമുക്ക് ബ്രിട്ടീഷ് നോവൽ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിനകത്ത് വരുന്നത്. ആൻഡ് നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രയൊക്കെയാണ് നമുക്ക് ഒരു റിപ്പീറ്റഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്നും കാണാൻ പറ്റുന്നത്. സോ നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കാണിച്ചിട്ടുള്ളത് ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന ആ ഒരു വർക്കിന്റെ ആണ്. ആൻഡ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മുയൽ സ്പാർക്കിന്റെ ദ പ്രൈം ഓഫ് മിസ് ജീൻ ട്രൂഡി എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൻ്റെതും ആണ്. സോ നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് വൈസ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇമ്പോർട്ടൻസ് ലെവൽ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് യെല്ലോ കളറിലും മീഡിയം ഓറഞ്ച് കളറിലും ആൻഡ് ലോ കൊടുക്കേണ്ടത് ഒരു പിങ്ക് കളറിലുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സിലബസ് മാപ്പിംഗ് വിത്ത് എക്സാം റിലവൻസ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന ബ്ലോക്ക് നിങ്ങൾക്ക് ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസ് എന്ന് പറയുന്നതാണ്. ടോട്ടൽ ഓഫ് 8 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ഇമ്പോർട്ടൻസ് ലെവൽ നോക്കുന്ന സമയത്ത് ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആ ഒരു റിലവന്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ടോപ്പിൽ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന പോലെയാണ്. സോ ഈ ഒരു വർക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിന്റെ അടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 ആണ് കൊടുത്തിട്ടുള്ള. ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആണ്. ദെൻ കംസ് ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി നോക്കുന്ന സമയത്ത് 14 ആണ് കാണിക്കുന്നത്. ആൻഡ് ഇമ്പോർട്ടൻസ് ലെവൽ വരുന്നത് ഹൈ ഇമ്പോർട്ടന്റ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ബ്ലോക്ക് ആണ് ഹെൻറി ഫീൽഡിങ്ങിന്റെയും ജെയിൻ ഓസ്റ്റന്റെയും. പിന്നെ വരുന്നത് എംലി ബ്രോണ്ടിന്റെ
വെതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണ്. ആൻഡ് അതിനകത്ത് ടോട്ടൽ ഓഫ് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫ്രീക്വൻസി പറയുന്നത് 10 ആണ്. ആൻഡ് മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണ്. ദെൻ കംസ് ചാൾസ് ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. 9 ആണ് അതിൽ ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസി വരുന്നത്. ആൻഡ് ഇമ്പോർട്ടൻസ് ലെവൽ നോക്കുന്ന സമയത്ത് മീഡിയം ആണ് വരുന്നത്. ദെൻ കംസ് ജോർജ് എലിയറ്റിന്റെ മിഡിൽ മാർച്ച് എന്ന് പറയുന്നതാണ്. ആൻഡ് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിറ്റ് 5 യൂണിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ആൻഡ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസി നോക്കുന്ന സമയത്ത് 11 ആണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് മീഡിയം ആണ്. ആൻഡ് ജോസഫ് കോൺഗ്രേഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു വർക്കാണ് അടുത്തത് വരുന്നത്. ആൻഡ് 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി പറയുന്നത് 13 ആണ്. ആൻഡ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് തന്നെയാണിത്. പിന്നെ വരുന്നത് ജെയിംസ് ജോയ്സിന്റെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണ്. ആൻഡ് യൂണിറ്റ് 5 യൂണിറ്റ്സ് ആണ് അതിനകത്ത് ടോട്ടൽ വരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി 8 ആൻഡ് ഇമ്പോർട്ടൻസ് ലെവൽ ലോ ആണ്. അത്ര അങ്ങോട്ടേക്ക് നമുക്ക് ബാക്കി ബ്ലോഗ്സിനെ വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് E.M. ഫോസ്റ്ററിന്റെ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് വരുന്ന ബുക്ക്. ആൻഡ് അതിനകത്ത് നമുക്ക് ടോട്ടൽ ഓഫ് 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 ആണ്. ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്ക് തന്നെയാണത്. ആൻഡ് മുറിയൽ സ്പാർക്കിന്റെ ദ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രോഡി എന്ന് പറയുന്ന ഒരു വർക്കാണ് അടുത്തത് വരുന്നത്. ആൻഡ് അതിനകത്ത് നമുക്ക് ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബ്ലോക്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ എടുത്ത് നോക്കുന്ന സമയത്ത് ലോ എന്ന് പറയും. Explanation of tables and graphs. The syllabus mapping by blocks, units, and topics with exam relevance section provides a comprehensive visualization of MEG 03 syllabus. Here is how to interpret the data. Table overview. Blocks and units. List all syllabus blocks and the number of units within each block. Questions frequency indicate how often each block has been represented in past exam. Importance level, use threshold based on frequency to categorize topic into high, medium, low importance for exam preparation. Bar graph, frequency of questions by block. This horizontal bar chart visually compares the frequency with which questions from each block have appeared in previous exam. Blocks like Jane Austen, Pride and Prejudice, and Henry Fielding Tom Jones have the highest frequency, suggesting a higher emphasis in exam. Pie chart, distribution of importance level. This chart shows the proportion of blocks categorized by importance level high, medium, low. High priority blocks constitute a significant portion, emphasizing area that require focused study. Comprehensive exam pattern analysis. Typical mark allocation by question type. സോ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് സാധാരണ എത്ര മാർക്സിനാണ് ചോദിക്കാറ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. എസ് എ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്കറിയാം 20 മാർക്സിന്റെ എസ് എ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് നിങ്ങളൊരു 5 to 6 പേജസ് ആണ് അതിനകത്ത് എഴുതുന്നത്. ഒരു 600 വേർഡ്സിന്റെ 5 to 6 പേജസ് വരുന്ന ആൻസേഴ്സ് ആണ് നിങ്ങൾ ഈ എസ് എ ക്വസ്റ്റ്യൻ എഴുതുന്നത്. ഷോർട്ട് നോട്ട്സിലേക്ക് വരുന്ന സമയത്ത് 10 മാർക്സിന്റെ ആയിരിക്കും. ആൻഡ് ഇതിന് നിങ്ങൾ ഒരു 300 to 400 വേർഡ്സിന്റെ എസ്സേസ് ആണ് എഴുതേണ്ടത്. ഒരു 3 to 4 പേജസ് എന്നുള്ള പോലെയുള്ള ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്. ദെൻ കംസ് ക്രിട്ടിക്. ക്രിട്ടിക് നിങ്ങൾക്ക് ഒരു
15 മാർക്സിനൊക്കെയാണ് ചോദിക്കാറ്. ആൻഡ് പിന്നെ വരുന്നത് തിമാറ്റിക് അനാലിസിസ് ആണ്. അത് നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ലെങ്തി ആൻസേഴ്സ് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. ദെൻ കംസ് ക്യാരക്ടർ സ്കെച്ചസ്. ക്യാരക്ടർ സ്കെച്ചസ് ഓൾമോസ്റ്റ് ഒരു 15 മാർക്കിനൊക്കെ തന്നെയാണ് ചോദിക്കാറ്. ഓരോ പേപ്പറിലും അത്രയ്ക്കൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എസ് എ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ബൈ ബ്ലോക്ക്. അപ്പൊ എസ് എ ക്വസ്റ്റ്യൻ ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര ചോദിക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും ജെയിൻ ഹോസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രിജുഡിസിൽ നിന്നാണ് എസ് എ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് അതിന്റെ ഒപ്പം തന്നെ ഉണ്ട്. ആൻഡ് ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസും അതിനൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു 6 നമ്പർ ഓഫ് എസ് എ ക്വസ്റ്റ്യൻ ഒരു 6 ആണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളെ പ്രൈഡ് ആൻഡ് പ്രിജുഡിസ് എന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 5 എന്നുള്ള ഒരു ഫ്രീക്വൻസിയാണ് നമ്മളെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ ടോം ജോൺസിൽ നിന്നും കാണാൻ പറ്റുന്നത്. ആൻഡ് ലീസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് പ്രൈം ഓഫ് മെസ്റ്റീൻ റൂഡി എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ നിന്നാണ്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സാം പാറ്റേൺ ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു എക്സാം ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ഇതിനകത്ത് പറയുന്നത്. എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും, ക്രിറ്റിക്സ് ഉണ്ടാവും, തിമാറ്റിക് അനാലിസിസ് ഉണ്ടാവും, ക്യാരക്ടർ സ്കെച്ചസ് ഉണ്ടാവും. സോ അത് എങ്ങനെയായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. സോ എസ് എ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇൻഡെപ്ത് എക്സ്പ്ലോറേഷൻ ഓഫ് എ ടോപ്പിക് റിക്വയറിംഗ് ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് ഡീറ്റെയിൽഡ് ആർഗ്യുമെന്റ്. സോ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ അനാലിസിസും അതുപോലെ തന്നെ ഒരു ആർഗ്യുമെന്റ് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടി വരിക. ടിപ്പിക്കലി നിങ്ങൾക്ക് ഒരു 20 മാർക്സിനൊക്കെയാണ് അത് വരാറ്. ഷോർട്ട് നോട്ട്സിലേക്ക് വരുന്ന സമയത്ത് 10 മാർക്സിൻ്റെതാണ് നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് അത് കൺസൈൻസ് എക്സ്പ്ലനേഷൻ ഓഫ് സ്പെസിഫിക് കൺസെപ്റ്റ് ഓർ ആസ്പെക്ട്സ് ഓഫ് ദ നോളജ്. ആ ഒരു വർക്കിൽ നിങ്ങൾക്ക് ആ ഒരു നോവലിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു കൺസെപ്റ്റിനെയോ ഒരു ആസ്പെക്റ്റിനെയോ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വരുന്നത്. ക്രിട്ടിക്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് എ കൺസെപ്റ്റ് ഓർ എ നെറേറ്റീവ് എലിമെന്റ് ആണ് വരുന്നത്. ആ ഒരു നോവല് എഴുതിയിട്ടുള്ള ആ ഒരു നറേറ്റീവ് ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റൈല് അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ക്രിട്ടിക്കൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരു 15 മാർക്സിൻ്റെയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ കംസ് തീമാറ്റിക് അനാലിസിസ്. അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വർക്കിൽ വരുന്ന തീംസ് ഓർ മോട്ടീവ്സ് ആണ് വരുന്നത്. 20 മാർക്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന എസ് എ ടൈപ്പ് തന്നെയാണ് അതിനകത്തും വരുന്നത്. പിന്നെ വരുന്നതാണ് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് നമുക്കറിയാം നോവലിനകത്തൊക്കെ കുറേ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലെ. സോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച്, ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്യാരക്ടറിന്റെ റോള്, ഈവൻ അവരുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, അവരുടെ ബിഹേവിയർ ട്രേറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആൻഡ് ഹൗ ദി ഇൻഫ്ലുവൻസ്, ആ ഒരു പ്ലോട്ടിലേക്ക് അവരുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വരുന്നത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ് ആണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലോക്സ്, ഓരോ ബ്ലോക്കും അതിനകത്തുനിന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര എസ് എ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും ആൻഡ് ക്രിട്ടിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസ് എന്ന് പറയുന്ന ഒരു വർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 5 എസ് എ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആൻഡ് 2 ഷോർട്ട് നോട്ട്സ് ആൻഡ് 3 ക്രിട്ടിക്സ്. ആൻഡ് ജെയിൻ ഹോസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രിജുഡിസിൽ വരുന്ന സമയത്ത് 6, 3, 4 എന്നുള്ള ഒരു പാറ്റേണിലാണ് കിടക്കുന്നത്. ആൻഡ് എമിൽ ബ്രോണിന്റെ വിതറിംഗ് ഹൈറ്റ്സ് എടുക്കുന്ന സമയത്ത് ടോട്ടൽ ഓഫ് 4 എസ് എ ക്വസ്റ്റ്യൻ, 3 ഷോർട്ട് നോട്ട്സ് ആൻഡ് 2 ക്രിട്ടിക്സ് ആണ് വരുന്നത്. ചാൾസ് ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ വരുന്ന സമയത്ത് 3, 2, 3 എന്നുള്ള ഒരു ഇതിൽ കാണാൻ പറ്റും. ജോർജ് എലിയറ്റിലേക്ക് വരുന്ന സമയത്ത് മിഡിൽ മാർച്ച് എന്ന് പറയുന്ന വർക്കിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടൽ 4 എസ് എ ക്വസ്റ്റ്യൻ, 2 ഷോർട്ട് നോട്ട്സ് ആൻഡ് 3 ക്രിട്ടിക്സ്. ആൻഡ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലേക്ക് വരുന്ന സമയത്ത് 5, 3, 4 എന്നുള്ള ഒരു പാറ്റേൺ ആണ്. And portrait of a artist as a young man 3, 2, 3. And a passage to India 4, 2, 4 എന്നുള്ള ഒരു ഇതിലാണ് കിടക്കുന്നത്. ആൻഡ് മുറിയൽ സ്പാർക്കിന്റെ പ്രൈം ഓഫ് മിസ് ജൂൺ ബ്രോഡി എന്ന് പറയുന്ന ഒരു വർക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഞാൻ കാണാൻ പറ്റും എസ് എ 2 എസ് എ ക്വസ്റ്റ്യൻസ്, 1 ഷോർട്ട് നോട്ട്സ് ആൻഡ് 2 ക്രിട്ടിക്സ് എന്നുള്ള പോലെയാണ് കാണുന്നത്. Explanation of tables and graph. The comprehensive exam pattern analysis section presents a detailed overview of the question formats, mark distribution and trends in block and unit coverage for MAG 03 British Novel Course. Here is a breakdown of the visualized data. Table. Exam pattern and mark distribution. Describes the most
describes the common question formats such as essay, short notes, critique, thematic analysis, and character sketches. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നത്. Essay, short notes, critique, thematic analysis, and character sketch. Shows the typical mark allocated for each question type, with essays and thematic analysis being most significant. 20 marks in the type of questions in Davar. Helps students understand the weightage of different question type in the exam. Bar graph, typical mark allocation by question type. Illustrate how marks are distributed across various question type. Emphasizes the importance of essay question and thematic analysis in securing high marks, suggesting areas where students should focus more effort. Table. Block and unit coverage trend highlights the frequency of essay questions, short notes, and critiques of each block. Blocks such as Jane Austen, Pride and Prejudice, and Henry Fielding, Tom Jones have higher frequency for essay question, indicating the prominence in exam. Horizontal bar graph, essay question frequency by block, visualizes the frequency of essay question for each block, shows that certain blocks such as Jane Austen, Pride and Prejudice are consistently favored for in-depth essay type questions. So Pride and Prejudice എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ നിന്ന് നിങ്ങൾക്ക് in-depth essays ഒക്കെ predict ചെയ്യാവുന്നതാണ്. Insight and preparation strategy. High yield block focus heavily on blocks like Pride and Prejudice and Tom Jones, as they frequently appear as essay and critique topics. So നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കും അതുപോലെ തന്നെ ടോം ജോൺസിന്റെ ആ ഒരു ബ്ലോക്കും ആണ്. മാർക്ക് അലോക്കേഷൻ ഫോക്കസ്, പ്രയോറിറ്റൈസ് മാസ്റ്ററിംഗ് എസ്സേ ക്വസ്റ്റ്യൻസ് ആൻഡ് തിമാറ്റിക് അനാലിസിസ് ആസ് ദേ ക്യാരി സിഗ്നിഫിക്കന്റ് മാർക്ക്. സോ പഠിക്കുന്ന സമയത്ത് എസ്സേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ തിമാറ്റിക് അനാലിസിസ് ടൈപ്പ് വരുന്ന ഏരിയാസ് ഒക്കെ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം ആ ഏരിയാസ് നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സിന് ചോദിക്കുന്നത്. ബാലൻസ്ഡ് പ്രിപ്പറേഷൻ. വൈൽ എസ്സേ ഡോമിനേറ്റ് include short notes and critiques in your preparation to cover all bases effectively. എല്ലാം നിങ്ങൾ എല്ലാ ഏരിയാസും ഒരുപോലെ തന്നെ കവർ ചെയ്യിക്കണം. ഒരു ബാലൻസ്ഡ് പ്രിപ്പറേഷൻ വേണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ഒന്നും ഫോക്കസ് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്. ഫ്രീക്വൻസി ഓഫ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക്. ഓരോ ബ്ലോക്ക് വൈസ് നമുക്ക് ഇനി നോക്കാം. സോ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് ജോസഫ് കോൺക്ലേവിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആണ് കാണുന്നത്. ആൻഡ് അതിന്റെ തൊട്ട് പിന്നിൽ തന്നെ നമുക്ക് ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസും അതുപോലെ തന്നെ പാസേജ് ടു ഇന്ത്യയും കാണാനുണ്ട്. അതിന്റെ ഫ്രീക്വൻസി വരുന്നത് 4 ആണ്. ആൻഡ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മുരിയൽ സ്പാർക്കിന്റെ ദ പ്രൈഡ് ഓഫ് മിസ് ജെയിൻ ബ്രോഡി എന്ന് പറയുന്ന ഒരു വർക്കാണ്. ഇനി നമുക്ക് റിക്വറിംഗ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ക്വസ്റ്റ്യൻ ആണ് ഓരോ ബ്ലോക്കിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്നാണ്. സോ ഫസ്റ്റ് നമുക്ക് ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് എടുത്ത് നോക്കാം. ആൻഡ് ഇതെടുത്ത് നോക്കുന്ന സമയത്ത് റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ റോൾ ഓഫ് ദ നറേറ്റർ ഇൻ ടോം ജോൺസ്. ഫ്രീക്വൻസി വന്നിട്ടുള്ളത് 3 ആണ്. ആൻഡ് ടിപ്പിക്കലി 20 മാർക്സിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആ ബ്ലോക്കിൽ നിന്ന് വരുന്നത്. പിന്നെ നമുക്ക് ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന ഒരു വർക്കിൽ എക്സാമിൻ ദ ടൈറ്റിൽ ഓഫ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കാണാം. അത് ഓൾമോസ്റ്റ് 4 ടൈംസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 20 മാർക്സിനാണ് അത് ചോദിച്ചിട്ടുള്ളത്. ദെൻ എമിലി ബ്രോണ്ട് വിതറിംഗ് ഹൈറ്റ്സിൽ കമന്റ് ദ ഹെത്ക്ലിഫ് ആസ് എ ബൈറണിക് ഹീറോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് മുന്നേ 3 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതും നിങ്ങൾക്ക് 20 മാർക്സിനാണ് വരുന്നത്. ദെൻ കംസ് ചാൾസ് ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ. അതിൽ നിന്ന് ഡിസ്കസ് ദ ബിൽഡിംഗ്സ് റോമൻ ആസ്പെക്ട് ഓഫ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 20 മാർക്സിന് തന്നെ. ദെൻ കംസ് മിഡിൽ മാർച്ച്. അത് അനലൈസ് ദ കമ്മ്യൂണിറ്റീസ് മോറൽ വോയിസ് ഇൻ മിഡിൽ മാർച്ച്. 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ആൻഡ് 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിൽ ഇവാലുവേറ്റ് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. അത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ്. ഓൾമോസ്റ്റ് 5 ടൈംസ് ആണ് അത് ചോദിച്ചിട്ടുള്ളത്. സോ അത് 20 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ a portrait of the artist as a young man എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ നിന്നും ഡിസ്കസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് ഇൻ എ പോർട്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ 3 ടൈംസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് പാസേജ് ടു ഇന്ത്യ എന്ന് അനലൈസ് ഫോസ്റ്റേഴ്സ് പോർട്രയൽ ഓഫ് ഈസ്റ്റ് വെസ്റ്റ് റിലേഷൻ ഇൻ എ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്നത് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്.
ആൻഡ് ലാസ്റ്റ് നമുക്ക് ദ ക്രൈം ഓഫ് മിസ് ജീൻ ബ്രോഡി എന്ന് പറയുന്ന വർക്കിൽ നിന്നും ക്രിട്ടിക് മിസ് ജീൻ ബ്രോഡി ആസ് എ സിമ്പിൾ ഓഫ് നോൺ കൺഫോമിറ്റി എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ 2 ടൈംസും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഫ്രീക്വൻസിയും ആൻഡ് ടിപ്പിക്കലി എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ലിസ്റ്റ്. Explanation of tables and graph. The repeated question analysis by blocks, units, and topic section identify and organizes recurring question from past exam of MEG 03 British novel. There is a breakdown of the visualized data. Table, recurring question analysis. List frequently repeated question for each block directly linking them to syllabus topic. Include the exact wording of recurring question for precise reference. Shows the frequency of each question appearance in past exam, emphasizing their importance. Indicate the typical marks allocated to this question, which is consistently high, 20 marks. Bar graph frequency of recurring question by block. Highlights how often recurring questions are associated with each block. Blocks such as Jane Austen, Pride and Prejudice, and George Eliot's Middlemarch shows the highest frequency, indicating a strong emphasis on this topic in exams. Pie chart marks allocation for recurring question. Illustrate the most recurring questions are allocated 20 marks, making them high-stake question. Reinforces the need for students to focus on this question for better scoring opportunities. Insights and recommendation. So, high frequency areasിലേക്ക് വരുന്ന സമയത്ത് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ആൻഡ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം. ആൻഡ് സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ, അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് സച്ച് ആസ് എക്സാമിൻ ദ ടൈറ്റിൽ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, ഇവാലുവേറ്റ് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതായതുകൊണ്ട് തന്നെ ആ 2 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് അറിഞ്ഞിരിക്കണം. കൺസിസ്റ്റന്റ് മാർക്കിംഗ് പാറ്റേൺ. റിക്കറിംഗ് ക്വസ്റ്റ്യൻ കൺസിസ്റ്റന്റ്ലി ക്യാരി 20 മാർക്സ്, എംഫസൈസിംഗ് ദ ഇമ്പോർട്ടൻസ് ഇൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. Topic probability and prediction analysis. So high probability, medium, low എന്നുള്ളത് 3 കളേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ് എന്നുള്ള കളറിൽ. സോ ഇതിനകത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ഹൈ പ്രയോറിറ്റി വരുന്നത് ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസും, അതുപോലെ തന്നെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ജെയിൻ ഓസ്റ്റന്റെ, ദെൻ ജോർജ് എലിയറ്റിന്റെ മിഡിൽ മാർച്ച്, ജോസഫ് കോൺക്വറിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആണ് വരുന്നത്. ആൻഡ് നമുക്ക് മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് വിതറിംഗ് ഹൈറ്റ്സ് ഉണ്ട്, ഗ്രേറ്റ് എക്സ്പെക്ടേഷനും ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ഉണ്ട്, ആൻഡ് ഇ എം ഫോസ്റ്റന്റെ പാസേജ് ടു ഇന്ത്യ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ലോ പ്രോബബിലിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മ്യൂറിയൽ സ്പാർക്കിന്റെ ദ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രോഡി എന്ന് പറയുന്ന ആ ഒരു നോവലിൻ്റെതാണ്. Explanation of tables and graph. The topic probability and prediction analysis section provides a data-driven evaluation of the likelihood of various topics appearing in the upcoming MEG 03 British novel exam. Here's how to interpret the data table. Topic probability analysis lists high probability topics for each block derived from past exam trends and syllabus analysis. Assigns the probability rating medium, high, medium, low, and use color codes to make rating visually clear.
Bar chart, topic probability rating. Graphically represent the aligned probability rating for each block. High probability blocks like Jane Austen and George Eliot are highlighted in green, indicating their importance. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഗ്രീൻ കളറിൽ, ദെൻ നമ്മൾ യെല്ലോ കളർ, ദെൻ റെഡ് കളർ, ഇങ്ങനെ 3 കളേഴ്സിലായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ഹൈ മീഡിയം ലോ എന്നുള്ളത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം. Justification for prediction. High probability topics. Topics like the role of narrator in Tom Jones and the theme of marriage in Pride and Prejudice consistently appear in exam, making them high priority for exam preparation. So, എന്തുകൊണ്ടാണ് അത് നമ്മൾ വരുമെന്ന് predict ചെയ്യാനുള്ള കാര്യം? First of all, high probability ആണ്. അത് repeated ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ പറയുന്നത്. Emerging pattern. Medium probability topics such as Heathcliff as a Byronic hero or the stream of consciousness technique in a portrait of the artist as a young man may gain prominence due to their thematic importance. ഈ ടോപ്പിക്സിൽ നിന്നും ഈ ടോപ്പിക്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കൂടി വരാനും ചാൻസസ് ഉണ്ട്. സോ prepare from these areas also. Low probability topics with lower historical frequency like non-conformity in Miss Jean Body will deserve attention but with reduced emphasis. Of course, ഈ ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കാം, കാരണം പ്രീവിയസ്ലി അത് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ. ബട്ട് കമ്പയറിംഗ് വിത്ത് അതർ ബ്ലോഗ്സ് ഇതെന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ലെസ് എംഫസിസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. Study priority recommendations. High priority focus on mastering topics and blocks with high ratings. Balanced strategy, നിങ്ങളെ മീഡിയം ലെവൽ ടോപ്പിക്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ആൻഡ് efficient റിവ്യൂ, അതായത് യൂസ് ദ ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ് ഫോർ ക്വിക്ക് റിവ്യൂ ക്ലോസർ ടു ദ എക്സാം. ഇത് ഇനിയൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മളെ ഈ ഒരു ഡിസംബർ 2024 വരുന്ന ടേം ആൻഡ് എക്സാമിനേഷന് വരാൻ പോകുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. സോ കോഴ്സ് കോഡ് നമുക്ക് അറിയാൻ വരുന്നത് MEG 03 ആണ്. ആൻഡ് കോഴ്സ് ടൈറ്റിൽ വരുന്നത് ബ്രിട്ടീഷ് നോവൽ. ആൻഡ് നമുക്ക് ടൈം അലൗ ചെയ്തിട്ടുള്ളത് 3 hours ആണ്. ആൻഡ് മാക്സിമം നമുക്ക് 100 മാർക്സിനാണ് വരുന്നത്. സോ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. Attempt any 5 questions. All questions carry equal marks, 20 marks each. Answer should be written in clear, concise, and grammatically correct English. Support your arguments with appropriate examples from the text wherever possible. സോ ഇതാണ് നിങ്ങൾ എക്സാം എഴുതുന്നേക്കാളും മുന്നേ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് 5 questions ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരിക. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സ് എന്നുള്ള രീതിയിലാണ്. ആൻസർ എഴുതുന്ന സമയത്ത് ക്ലിയർ, കൺസൈൻസ് ആയിരിക്കണം, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം, ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എക്സാം എഴുതി കഴിഞ്ഞിട്ട് ജസ്റ്റ് ആൻസേഴ്സ് ഒക്കെ ഒന്ന് വായിക്കുക. ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് എഴുതുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ആർഗ്യുമെന്റ് റേസ് ചെയ്യുന്ന സമയത്ത് വിത്ത് എക്സാമ്പിൾ ഫ്രം ദ ടെക്സ്റ്റ് അത് വെച്ചിട്ട് നിങ്ങൾ അതിനെ വാലിഡേറ്റ് ചെയ്യാം. സോ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ഹൗ ഫീൽഡിംഗ് യൂസസ് ദ റോൾ ഓഫ് ദ നറേറ്റർ ടു എക്സ്പ്ലോർ മോറൽ ആൻഡ് സോഷ്യൽ തീംസ് ഇൻ ടോം ജോൺസ്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അത് വരുന്നത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡീസിൽ നിന്നാണ്. എക്സാമിൻ ഹൗ ജെയിൻ ഓസ്റ്റൻ ക്രിട്ടിക്സ് സൊസൈറ്റൽ norms regarding marriage and relationship through the characters of Elizabeth Bennet and Mr. Darcy in Pride and Prejudice. So നമുക്കറിയാം ഈ ഒരു വർക്കിൽ കുറെ റിലേഷൻഷിപ്പ്, കോംപ്ലിസിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു വർക്കിൽ മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. Then Emily Brontന്റെ Wuthering Heights-ൽ നിന്നാണ്. Analyze the character of Heathcliff as a Byronic hero, highlighting how this archetype contributes to the novel Gothic atmosphere. 20 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ Heathcliff as a Byronic hero എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് Byronic hero എന്ന് പറയുന്നത്. സോ ഈ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. ചാൾസ് ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ആസ് എ ബൈൽഡൻസ് റോമൻ. Discuss how Pip's journey of self-discovery reflects the societal challenges of Victorian England. സോ ആ ഒരു എന്താ പറയുക ക്യാരക്ടറിൽ വരുന്ന ഒരു ജേർണി അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു നോവലിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സെൽഫ് ഡിസ്കവറി ഓഫ് ദ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന് വരുന്നത്. Then comes George Eliot Middlemarch.
explore how George Eliot uses the concept of community as a moral voice to shape the lives and choices of the characters in Middlemarch. 20 മാർക്സിനാണ് അതും വരുന്നത്. ദെൻ ജോസഫ് കോൺഗ്രേന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്ക് ആണ് അത്. സോ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഫോക്കസിംഗ് ഓൺ ഇറ്റ്സ് റിഫ്ലക്ഷൻ ഓഫ് യൂറോപ്യൻ ഇംപീരിയലിസം ആൻഡ് മോറൽ ആംബിഗ്യൂറ്റി. സോ ഇതിനകത്ത് നിന്ന് നമുക്കറിയാം ടൈറ്റിലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇതാണ്. ആ ടൈറ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറെ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് മുന്നേ കണ്ടിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ദെൻ ജെയിംസ് ജോയ്സിന്റെ എ പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ നിന്നാണ് ഡിസ്കസ് ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് യൂസ്ഡ് ഇൻ എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ നറേറ്റീവ് സൈക്കോളജിക്കൽ ഡെപ്ത്. ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് മുന്നേ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ആ ഒരു പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറയുന്ന വർക്കിൽ നിന്നും പഠിക്കാം. ദെൻ ഇ.എം. ഫോസ്റ്ററിന്റെ പാസേജ് ടു ഇന്ത്യ ആണ്. സോ അതിനകത്ത് നിന്ന് അനലൈസ് ദ കോംപ്ലിസിറ്റീസ് ഓഫ് ഈസ്റ്റ് വെസ്റ്റ് റിലേഷൻസ് ആസ് ഡെപിക്റ്റഡ് ഇൻ എ പാസേജ് ടു ഇന്ത്യ വിത്ത് പെർട്ടിക്കുലർ എംഫസിസ് ഓൺ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അസീസ് ആൻഡ് ഫീൽഡിംഗ്. 20 മാർക്സിനാണ്. ആൻഡ് ലാസ്റ്റ് മിറർ സ്പാർക്ലിംഗ് ദ പ്രൈം ഓഫ് മിസ് ജെയിൻ ബ്രോഡി എന്ന് പറയുന്ന വർക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് മിസ് ജെയിൻ ബ്രോഡി ആസ് എ സിംബൽ ഓഫ് നോൺ കൺഫോർമിറ്റി ആൻഡ് ഹൗ ദിസ് ഷേപ്സ് ഹർ റിലേഷൻഷിപ്പ് വിത്ത് ദ ഗേൾസ് ഇൻ ഹർ സെറ്റ്. 20 മാർക്സിന് തന്നെയാണ് അതും ചോദിക്കുന്നത്. സോ ടോട്ടൽ നിങ്ങൾക്ക് 9 ബ്ലോക്സിൽ നിന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ള പോലെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഒക്കെ ആൻസർ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സും ആൻഡ് ഒരു സെൽഫ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്നുള്ള പോലെ നിങ്ങൾക്ക് അതിനകത്തുണ്ടാവും. സോ നിങ്ങൾ അതിൽ നിന്ന് ചെക്ക് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. സ്റ്റഡി വെൽ. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.